എടി കല്യാണം കഴിഞ്ഞ് എത്ര നാളായി ഇതുവരെ നീ ഒരു ചായ ഇടാൻ പഠിച്ചില്ലേ? ഞാനെന്നാ ഒന്നും കൂടി ഇട്ടിട്ട് കൊണ്ടുവരാം. നീ വേണ്ട, അതിട്ടിരുന്നാലും ഇതുപോലെ തന്നെയല്ലേ ഇരിക്കണം. രാവിലത്തെ കാപ്പിയെങ്കിലും ഇത്തിരി വായിക്ക് വെക്കേണ്ട രീതിയിൽ ഉണ്ടാക്കും. ചേട്ടനിന്ന് ഓട്ടോ ഉണ്ടോ ആയിട്ട്? നീ എന്നും ഓട്ടോ അറേഞ്ച് ചെയ്ത് തരണേ എനിക്ക്. അല്ല, ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് പുറത്ത് പോവാന്ന് വൈകിട്ട്. കുറെ നാളായില്ലേ, ഇന്നെന്റെ പിറന്നാളും കൂടിയാണ്. അതിന് നീ രൂപ കെട്ടി വെച്ചിട്ടുണ്ടോ? ഒന്നും അറിയണ്ടല്ലോ, ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് തിന്നോണ്ടിരുന്നാ പോരെ. കെട്ടി എഴുന്നള്ളിക്കൊണ്ട് പുറത്തോട്ട് പോകാനേ നീ പൈസ അടുക്കി വെച്ചിട്ടുണ്ടോ? എന്താ ഇവിടെ കാശിന്റെ കാര്യമൊക്കെ പറയുന്നു? അതച്ഛാ, ഞാൻ വിചാരിച്ചു വൈകിട്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാന്ന്. ഇന്നെന്റെ പിറന്നാളാ. നിന്റെ പിറന്നാളാണെന്ന് ഒരു അനാവശ്യമായിട്ട് പൈസ ചെലവഴിക്കണം. അതൊന്നും വേണ്ട. അങ്ങനെ അനാപത്തി ചെലവഴിക്കാനൊന്നും ഈ കുടുംബത്തിൽ കാശില്ല. അതൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് മതി. അച്ഛാ, ഇവക്കൊന്നും കാശുണ്ടാക്കണ പാടറിഞ്ഞൂടാ. 3 നേരം മൃഷ്ടാനം തിന്നെ അറിയാം വീട്ടിലിരുന്ന്. നീ മിണ്ടരുത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെന്ന് കരുതി എന്തെല്ലാം കോഴ്സിന് കൂട്ടി ചേർത്തു. എന്നിട്ട് അതെല്ലാം പകുതി കിട്ടി നിർത്തി. കല്യാണം കഴിച്ചാലെങ്കിൽ രക്ഷപ്പെടുമെന്ന് കരുതി. എന്നിട്ട് എന്തായി? ഒരു ടാക്സിയെങ്കിലും ഓടിച്ച് രക്ഷപ്പെട്ടെന്ന് കരുതിയാണ് ഒരു കാർ എടുത്ത് തന്നെ. എന്നിട്ട് മൂക്കറ്റം മദ്യപിച്ച് നടക്കുന്നതല്ല. നിന്നെ കൊണ്ട് എന്ത് പ്രയോജനമാണോ ഉള്ളത്? എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് നിങ്ങൾ തന്നെയാ. ഞാൻ എത്ര നാളായിട്ട് കുറച്ച് കാശിന് ചോദിക്കണം ഒരു ബിസിനസ് തുടങ്ങാൻ. നിങ്ങൾ തന്നാ 10 പൈസ തരില്ല നിനക്ക്. കൊച്ചെ, മുടിപ്പിക്കാൻ അവൻ ഒരുത്തനുണ്ട് ഇവിടെ. ഇനി നീ ഇവിടെ തുടങ്ങിയാലുണ്ടല്ലോ, മോനും മരുമോട് വന്നൊന്നും വിചാരിക്കത്തില്ല. ഞാൻ എല്ലാത്തിനും അടിച്ചിറക്കി വിടും. ഞാൻ പറഞ്ഞേക്കാം.